നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഉദര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഗ്യാസ്, അസിഡിറ്റി, മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ, ശരീരമാസകലമായിട്ട് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ പൂർണ്ണമായിട്ടും പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടും വയറ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ വയറിന് ചുറ്റും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ നൽകുന്ന 2 പാനീയങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇവ ഏതൊക്കെയാണ്, ഏതൊക്കെ അളവുകളിലാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, കഴിക്കാൻ പാടില്ലാത്തവർ ആരാണ്, ഏത് സമയമാണ് ഇതിന് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് കുടിക്കാൻ കഴിയുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെയും ഈ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ശരീരത്തിൽ നിത്യേന ഉണ്ടാവുന്ന മാലിന്യങ്ങളെയൊക്കെ തന്നെ പ്രോപ്പറായിട്ട് പുറന്തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിയായിട്ടുള്ള ആരോഗ്യം ലഭിക്കുകയുള്ളൂ. കാരണം ദഹനം ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ എല്ലാ ഓർഗൻസിനും നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇത് പറ്റാതെ വരികയും അതുപോലെ നമുക്കെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വയറുവീർപ്പിന്റെ പ്രശ്നങ്ങൾ വരിക, ശരീരമാസകലം ക്ഷീണം വരിക, വിശപ്പില്ലായ്മയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ ദഹിക്കാതിരിക്കുക, ഇതുമൂലം രാവിലെ എണീക്കുന്ന സമയത്ത് ഓക്കാനം, ഛർദി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരും ആ ഒരു ദിവസം മുഴുവനായിട്ടും ക്ഷീണം അനുഭവപ്പെടുന്നവരും ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങളിൽ നമ്മൾ ആയുർവേദത്തിനെതിരെ കാണുന്നത് ആമ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സ്കിൻ അലർജി കണ്ടീഷൻസുകൾ ഉണ്ടാവാം. നിങ്ങളുടെ സ്കിന്നിൽ പലതരത്തിലുള്ള ചൊറിച്ചിലുകൾ വരാം, സ്കിന്നിന് പെട്ടെന്ന് മങ്ങിപ്പോകുന്ന പ്രശ്നങ്ങൾ വരാം, അതുപോലെ മുഖക്കുരുവിന്റെ പ്രശ്നങ്ങൾ അമിതമായിട്ട് വന്നേക്കാം, പലതരത്തിലുള്ള സ്കിൻ കണ്ടീഷൻസുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത് ജോയിന്റ് പെയിൻസുകൾ അമിതമായിട്ട് വരിക, വേദനകളും കാര്യങ്ങളും ഒക്കെ തന്നെ അമിതമായിട്ട് വരിക എന്നുള്ളത്. മൂന്നാമത് അമിതമായിട്ടുള്ള ക്ഷീണം, തളർച്ച മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുക എന്നുള്ളതാണ്. വയറിന് ചുറ്റുമുള്ള കൊഴുപ്പും നമുക്ക് കൂടുതലായിട്ട് വരുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും പുറന്തള്ളാൻ സഹായകരമാകുന്ന 2 തരത്തിലുള്ള പാനീയങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ അടുക്കളയിൽ ലഭിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാണ് ചേർത്തിട്ടുള്ളത്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ആദ്യത്തെ പാനീയം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്ന് പറയുന്നത്, ഒന്ന് മല്ലിയാണ് വരുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ബ്ലോട്ടിങ്, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറുവീർപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഗ്യാസ്, അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് ഇഞ്ചിയും അതുപോലെ തന്നെ ഏലക്കയുമാണ്. ഏലക്ക ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറുവീർപ്പിന്റെ പ്രശ്നങ്ങളും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഗുണകരമാണ്. ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട്, വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയും ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാവുന്ന വെയിറ്റ് ഗെയിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയും സഹായിക്കുന്നതാണ്. ഈ 3 ഇൻഗ്രീഡിയൻസുകളാണ് നമ്മൾ ആദ്യത്തെ പാനീയത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഈ പാനീയം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു മല്ലി, നമ്മൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവ്, വലിയ സ്പൂണാണ് വരുന്നത്, 2 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഈ മല്ലിക്കകത്തേക്ക് 3 ഏലക്കയാണ് നമ്മൾ ഇടേണ്ടത്. എന്നിട്ട് ഇതൊന്ന് പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കേണ്ടതാണ്. നല്ല മണവും അതുപോലെ ചെറിയ രീതിയിൽ ഒരു ബ്രൗൺ കളർ മാറുന്ന സമയം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇളക്കിയിട്ട് ആ ഒരു മണം വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക. ഇതിനകത്തേക്ക് ഏകദേശം 1.25 ഗ്ലാസ് അളവായിട്ടുള്ള വെള്ളം ഒഴിക്കേണ്ടതാണ്. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ചെറുതായിട്ട് ചതച്ചിട്ട്, ഏകദേശം ഒരു ചെറിയ ടീസ്പൂൺ അളവായിട്ടുള്ള ഇഞ്ചി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഇടുക. എന്നിട്ട് ആ ഒരു വെള്ളവും ഇഞ്ചിയും കൂടി നന്നായി തിളക്കട്ടെ. തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു പൊടിയിൽ നിന്നും ഈ ഒരു ചെറിയ സ്പൂണാണ് ഞാൻ എടുക്കുന്നത്, ടീസ്പൂണിന്റെ അളവായിട്ടുള്ള സ്പൂണാണ് എടുക്കുന്നത്. ഈ ഒരു ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ അളവ് മാത്രമാണ് പൊടി എടുത്തിട്ടുള്ളത്. ഈ പൊടിയും കൂടിയിട്ട് ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഇടുക. എന്നിട്ട് നന്നായി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വിടുക. ഏകദേശം ഒരു 5 മിനിറ്റ് സമയമെങ്കിലും നന്നായിട്ട് തിളച്ചോട്ടെ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് നമുക്കിത് ചെറു ചൂടോട് കൂടിയിട്ട്, അതേ നല്ല ചൂടോട് കൂടിയിട്ടല്ല, ചെറു ചൂടോട് കൂടിയിട്ട് കുടിക്കാൻ കഴിയുന്നതാണ്.
ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പൊതുവേ നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരാറുണ്ട്. അങ്ങനെയുള്ള ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് കുടിക്കേണ്ട ശരിയായ സമയം എന്ന് പറയുന്നത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 11 മണി സമയത്തോ 4 മണി സമയത്തോ ഈ ഡ്രിങ്ക് കുടിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത്, രാത്രിയിൽ ഒരിക്കലും ഈ ഒരു ഡ്രിങ്ക് കുടിക്കരുത്. രാവിലെയോ ഇല്ലെന്നുണ്ടെങ്കിൽ 11 മണി സമയത്തോ അല്ലെങ്കിൽ 4 മണി സമയത്തോ നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള മല്ലിയും ഏലക്കയും നമുക്ക് ഏകദേശം ഒരു 10 ദിവസം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം അതിന് നമ്മളൊരു ചെറിയ ടീസ്പൂൺ മാത്രമാണല്ലോ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 10 ദിവസം വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ നിങ്ങളൊരു 7 ദിവസം ഇതുപോലെ 11 മണി സമയത്തോ ഇല്ലെങ്കിൽ 4 മണി സമയത്തോ നിങ്ങൾക്കിത് കുടിച്ചു നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. ഇനി രണ്ടാമത്തെ പാനീയം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിന് 2 ചേരുവകൾ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് ഗ്രാമ്പൂവാണ്, മറ്റൊന്ന് കറുവപ്പട്ടയാണ്. ഗ്രാമ്പൂ ആണെങ്കിലും കറുവപ്പട്ടയാണെന്നുണ്ടെങ്കിലും നമ്മുടെ വയറിന് ചുറ്റും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി, അതിനെ വിസറൽ ഫാറ്റ് എന്നാണ് പറയുന്നത്, ഈ ഒരു കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ മാലിന്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയും രക്തയോട്ടം ശരിയായ രീതിയിൽ ശരീരത്തിൽ നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന 2 ചേരുവകളാണ്. ഇനി ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിനകത്തേക്ക് 1 ഗ്ലാസ് അളവായിട്ടുള്ള വെള്ളമാണ് നമുക്ക് ചേർക്കേണ്ടത്. ഈ വെള്ളം ഒന്ന് ചെറുതായി തിളച്ച് വരുന്ന സമയത്തേക്ക് 2 ഗ്രാമ്പൂവും നേരത്തെ കാണിച്ച അത്ര വലുപ്പത്തിലുള്ള കറുവപ്പട്ട എടുക്കരുത്, ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ് എടുക്കേണ്ടത്. ഈ പറയുന്ന അളവുകളിൽ മാത്രമാണ് എടുക്കേണ്ടത്. ഇതൊരു 2 മിനിറ്റ് സമയത്തേക്ക് തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കുക. എന്നിട്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം അരിച്ചെടുക്കുക. ഏകദേശം 1/2 ഗ്ലാസ് അളവായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ്. അതുപോലെ വയറിന് ചുറ്റും അമിതമായിട്ട് കൊഴുപ്പുള്ളവർക്കും ശരീരത്തിലെ വെയിറ്റ് കുറയണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഇങ്ങനെ രാവിലെ കുടിക്കുന്ന സമയത്ത് ഗ്യാസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ 11 മണി സമയത്തോ 4 മണി സമയത്തോ നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്നതാണ്. ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവരെന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ, അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ളവര് ഒരിക്കലും ഇത് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ഉയർന്ന അളവിൽ പ്രമേഹമുണ്ട്, കിഡ്നി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ ഒരു പാനീയം കുടിക്കേണ്ടതെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാത്തവർക്കൊക്കെ തന്നെ നമുക്ക് കുടിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ പറയുന്ന അളവുകളിൽ പലപ്പോഴും ഞാൻ ഈ ഒരു വീഡിയോസുകൾ ചെയ്യുന്ന സമയത്ത് അതിനടിയിൽ കമന്റ്സുകൾ കാണാറുണ്ട്. കമന്റ്സുകളിൽ പലപ്പോഴും പറയാറുള്ളത് കുടിക്കുന്നതിന് മുന്നേ പറയും ഇതിന് റിസൾട്ട് കിട്ടൂല എന്നുള്ളത്. അപ്പം പലപ്പോഴും നിങ്ങൾക്ക് റിസൾട്ട് ഒന്നെങ്കിൽ കിട്ടാത്ത കാര്യം എന്ന് പറയുന്നത് ഈ പ്രധാന 3 കാരണങ്ങളായിരിക്കും. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ അമിതമായിട്ട് ഇമോഷണലി ഡൗൺ ആയിട്ടുള്ളതും ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാനീയങ്ങൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ട്രോമ കണ്ടീഷൻസ് നിങ്ങളിൽ മാറുമ്പോൾ മാത്രമാണ് ശരീരം നിങ്ങളോട് ആ പാനീയത്തിനോട് റെസ്പോണ്ട് ചെയ്യുള്ളൂ. രണ്ടാമതെന്ന് പറയുന്നത് പറയുന്ന അളവുകളിൽ കൂടുതലായിട്ടുള്ള രീതിയിൽ കഴിക്കുകയോ പറയുന്ന സമയങ്ങളിലല്ലാത്ത രീതിയിൽ കഴിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇനി മൂന്നാമതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിക്കുക, മധുര പലഹാരങ്ങൾ, ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട് ഈ ഒരു വെള്ളത്തിനെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും വർക്ക് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളും കൂടി കുറച്ചൊരു എഫേർട്ട് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ കൂടിയിട്ട് മനസ്സിലോർക്കുക. ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.